ഈ കുരുവട്ടൂർ ഹാഫിദിന്റെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു വോയിസ് ഇടാതിരിക്കുന്നത് മോശം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാനൊക്കെ അയാളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ദുബായിൽ ഒരിക്കലും വരാത്ത കാലത്ത് ദുബായിൽ ഉസ്താദ് ഒന്ന് വരണം എന്ന് ഞാനും ആദൂർ റഫീഖ്, അണ്ടോണ ജാബിർ തുടങ്ങിയ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു ഇയാളോട്. അന്ന് അയാൾ പറഞ്ഞത് ആ നാട്ടിൽ സ്ത്രീകൾ ഔറത്ത് മറക്കാതെ നടക്കുന്ന നാടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ നാട്ടിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടും വാട്സപ്പിലൂടെ അല്ലാണ്ടൊക്കെ പറഞ്ഞത്, ഞങ്ങളൊക്കെ അരി വാങ്ങുന്ന അന്നം വാങ്ങുന്ന നാടാണിത്, അതുകൊണ്ട് ഉസ്താദ് ഈ രാജ്യത്ത് ഒന്ന് കാല് കുത്തുക എന്നുള്ളത് ഞങ്ങളൊരു ആഗ്രഹമാണ്, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വരണം എന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാവശ്യം ദുബായിൽ വന്നത്. അന്ന് അയാൾ മഗ്‌രിബ് ആയാൽ റൂമിൽ കയറുക, രാത്രി കയറി ലോക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത്. 700 റക്അത്ത് നിസ്കരിക്കാനുണ്ട്, ഓരോ 2 റക്അത്തിലും ഒതു പുതുക്കാനുണ്ട്. അപ്പോൾ ഈ ബാത്റൂമിലെ വെള്ളം, നമ്മൾ ഒതു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കണം, അതുകൊണ്ട് ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ പറ്റുമെന്നൊക്കെ ആദൂർ റഫീഖിനോട് ചോദിച്ചു. ആ കുടിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഹിജാബ് പോലും ധരിക്കാത്ത ഭാര്യയെയും മാന്യമായ ഒരു പണ്ഡിത വേഷം പോലും ധരിക്കാതെ അദ്ദേഹവും ഔറത്ത് മറക്കാതെ കുട്ടികളെയായിട്ട് നടക്കുന്നത് എന്നതിലെ വിചിത്രത കണ്ടിട്ടാണ് ഞാൻ ഈ വോയിസ് അയക്കുന്നത്. ആളെ മനസ്സിലായ? നമ്മുടെ ഹാഫിദ് കുരുവട്ടൂരാണ്. ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഡാൻസ്, പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാളിനെ, അതായത് ആദൂർ റഫീഖുണ്ട് കൂടെ. ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ഈ ഷവ്വാല് കഴിഞ്ഞാൽ എപ്പിനെയും പേരോടിനെയും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിത്തന പറഞ്ഞ് നടക്കണ ഒരു വലിയൊരു ഷെയ്ഖാണ് ഇപ്പോൾ ഇത്. അവൻ്റെ നാട്ടിലത്തെ തലയെക്കെട്ട് കണ്ട സാധാ തൊപ്പിയില്ലേ, റൗഡികളിൽ ഇടുന്ന തൊപ്പി, ആ തൊപ്പി ഇട്ടിട്ട് കുറേ തൊപ്പി ഇടാതെ നടന്നു, കുറേ പിന്നെ തൊപ്പി എങ്ങനെ ഇട്ട് നടന്നു. ഒരു താടിയൊക്കെ ഉണ്ട് ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽക്കാക്കി വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് മറ്റേ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം വരുവിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് മുങ്ങിയതാ തോന്നുന്നുണ്ട്. വേഷം മാറി നടക്കുക ഇവിടെ. ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിനെ അറിയണ കാരണക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഒളിച്ചു നിന്നിട്ട് എടുത്തതാ. നേരെ മറിച്ച് ആദൂർ റഫീഖ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അറിയില്ലല്ലോ, ഒക്കെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കായിരുന്നു. അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ. അപ്പൊ അത് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ഇട്ടതാ. ഇവനൊക്കെയാണ് എപ്പിസ്ഥാനം പഠിപ്പിച്ചാൽ മതിയുണ്ട്. ഷറയിൽ വറവ് വേണ്ടേ മുസ്ലിയാരെ? ചോദിച്ചില്ലേ നിങ്ങളോട്? എന്ത് വറാടോ ഇത്? ഇതൊക്കെ വറവ് തന്നെ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുക ഓരോരുത്തര്. വറ നിങ്ങൾക്കൊന്നും വേണ്ടേ? ആ വറ ആർക്കാ ഇല്ലാത്തതെന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണത്. മനസ്സിലായോ? നിങ്ങള് ഈ സുൽത്താനുൽ എപ്പിസ്ഥാനെ പറ്റി, എപ്പിസ്ഥാന് വറവില്ല എന്ന് പറഞ്ഞപ്പോ ആർക്കാണ് വറവില്ലാത്തത്? ഈ ഫോട്ടോ ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ? ഇനിയും പലതും വരാനുണ്ട്, അപ്പം പലതും പറയാനുണ്ട്. അപ്പം നോക്കാം വറാക്കാർക്കുള്ളതെന്ന്. ഇതിനെ പറ്റി തന്നെ പറയാനുണ്ട്. ഈ ഫോട്ടത്തിൽ കാണുന്നുണ്ടല്ലോ, അതിനെ പറ്റി തന്നെ പറയാം. നമ്മളെ കൊടക് വിഷയങ്ങളൊക്കെ പലതും പറയാനുണ്ട്. ഒരു ഏപ്പിസ്ഥാനെ ചോദ്യം ചെയ്ത് കണ്ട് നടക്കുക, ഏപ്പിസ്ഥാനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയണ്ടേ, ഏപ്പിസ്ഥാനെ തൊട്ട് കളിച്ചാലേ അത് കളി മാറും. എല്ലാവരും മനസ്സിലാക്കി പോയി. ഇയാൾ സ്റ്റേജിൽ കയറുമ്പോൾ തലയിൽ കോഞ്ചര കെട്ടി, തോളിൽ അതിലും ബന്ധമൊന്ന്, അത് നിലത്ത് തട്ടും, പിന്നെ കൈമൽ വേറെ ഒന്ന്. എന്നാൽ ഇയാൾ പുറത്ത് പോകുമ്പോഴോ ഇതൊന്നുമില്ല. സ്റ്റേജിൽ കയറുമ്പോൾ മാത്രം. എന്നാൽ ഇതേമാതിരി സ്റ്റേജിൽ കയറി കൂടെ? എന്താ സ്റ്റേജിൽ കാണാത്ത? തൊപ്പിട്ട് കാണ്ട് സ്റ്റേജിൽ കയറി കൂടെ? ഈ വേഷത്തിൽ വന്നൂടെ സ്റ്റേജിമക്ക്? അതെന്താ വരാത്ത? അവിടെ ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടി കാണ്ട് ആ കുളത്തിൽ വരിക. പുറത്ത് പോകുമ്പോഴോ അങ്ങനത്തെ വറവും ഇഖ്ലാസും ഇതൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ പുറത്ത് പോകുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? പുറത്ത് പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, പോകുമ്പോഴും ആ വേഷവും കാര്യങ്ങളൊക്കെ വേണം. അതെന്താ ഇല്ലാത്ത? അവിടെ ചെത്തി പൊളിച്ച് നടക്കണം, അവിടെ പറ്റൂല. അവിടെ പെണ്ണൂർ അങ്ങനെ തന്നെ കാരം. അരക്ക് ട്രൗസറിട്ട പെണ്ണുങ്ങള്, ബ്രേസറിട്ട പെണ്ണുങ്ങള് ആ വീഡിയോയിൽ അടിഞ്ഞങ്ങള്. അപ്പൊ ഓരടി ഇത് നടക്കൂല, ഓൽക്കൊപ്പിച്ച് നടക്കേണ്ടി വരും. അപ്പൊ അവിടെ ആ വേഷം, ഇവിടെ ഈ വേഷം. ഇതെന്താ ഇരട്ടത്താപ്പ്? അതെന്താ? ഇത് ദീന വറവ്? നിങ്ങൾക്കാർക്കും വറവൊന്നും പറ്റൂല, ഇവൽക്കാർക്കും വറവൊന്നും വേണ്ട. എപ്പിസ്ഥാന് മാത്രമേ വറവ് പറ്റുള്ളൂ. വറവ് വേണ്ടേന്ന് ചോദിച്ചല്ലോ.
ഏപ്പിസ്ഥാനോടെ. അപ്പൊ വറവില്ലാത്തത് ആർക്കാണ് എന്ന് ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇവരെ വയത് കേൾക്കുമ്പോൾ ഒരു വലിയ സൂഫികള്, വലിയ ശരീരത്തുള്ള ആളുകൾ, ഏപ്പിസ്ഥാനൊന്നും ശരീരത്തില്ല, വറവില്ല. എന്നാലോ ഇപ്പൊ ഈ ചൊവ്വാലൊന്നും ഇപ്പൊ എന്തെല്ലാം കണ്ടു. ഇപ്പം മറ്റേ ആള് പെണ്ണുങ്ങളൊപ്പം ഇങ്ങനെ നല്ല നോക്കിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ എന്നതാ ഏഷ്യാനെറ്റില്. നല്ല നോട്ടം നോക്കണ്ട്, ഉന്നം വെച്ചിട്ട് നോക്കണ എങ്ങോട്ടാ നോക്കി ആ ഫോട്ടോ കണ്ടാ മനസ്സിലാവില്ലേ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ആയത്ത് എല്ലാത്തിനും കിട്ടും. ആയത്ത് ഇതിനെ കിട്ടാത്ത, ആയത്ത് ഇവിടെ ആരാ ഓതാത്ത? ഏത് വിഷയത്തിനും ആയത്ത് കിട്ടും. ഒരു ആയത്തിട്ട് നിൽക്കുക, അതൊന്നും കാര്യമില്ല.